CPM-ൽ ന്യൂനപക്ഷങ്ങളടക്കം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 2004 സാഹചര്യങ്ങൾ വേറെയായിരുന്നു. ആ സാഹചര്യങ്ങൾ ഇപ്പോ അന്ന് ചക്കട്ടപ്പോ മുതൽ കിട്ടിയെന്ന് വിചാരിച്ച് കാലാകാലം കിട്ടൂല. അന്ന് ടി ക്യാംസ വന്നു. ടി ക്യാംസ ഒരു വൻ പരാജയമായിരുന്നു ഈ പാർലമെന്റിൽ. ഈ പാർലമെന്റ് ഇത്രയും കൂടുതൽ ഒരു പ്രതികരിക്കാൻ പോലും ചെയ്യാത്ത, ഇവിടെ പാട്ടുപാടി നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. പാർലമെന്റിൽ പോയി ഒന്നും അയാൾ സംസാരിച്ചില്ല. മാത്രമല്ല ഈ രാജ്യത്തിന് ഈ പ്രദേശത്തിന് വേണ്ടി ഒരു വികസന പ്രവർത്തനം നമ്മുടെ ഇവിടുത്തെ MP-യും കാര്യമായി സംസാരിച്ചില്ല എന്നാണ് പൊതുവെ ആൾക്കാർ ഒന്നല്ല. ഇപ്പോഴത്തെ ആര് ഇപ്പോഴത്തെ ഇവിടെ ഉണ്ടായിരുന്ന MP നിങ്ങളുടെ MP എന്തിനാണ് പൊന്നാനി പോയി മത്സരിക്കുന്നത്? അത് മുസ്ലിം ലീഗിന്റെ പാർട്ടി തീരുമാനമാണ്. അത് നമുക്ക് ഇടപെടാൻ പറ്റും. മുസ്ലിം ലീഗ് പാർട്ടി. പക്ഷേ ചിലർ പറയുന്നത് അബ്ദുൾ സമദാനി ഇവിടെ നിന്നാൽ ഈ സിറ്റിംഗ് MP-ക്കെതിരായിട്ട് ഒരു ജനവിരുദ്ധ വികാരം ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു വികാരം ഇവിടെ ഇല്ല. മാത്രമല്ല ചാനലുകളുടെ സർവേ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാഫ് മുന്നോട്ടാണല്ലോ സമദാനിന്റെ പോയത്. എന്നിട്ട് പോലും ഞങ്ങൾ മാറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, ഈ ഗ്രാഫ് കൂടിയപ്പോ അത്രയും കൂടണ്ട എന്നെഴുതി മാറ്റി. അല്ല, പൊന്നാനിയിൽ ഞങ്ങൾ ഈസി വാക്ക് ഓവറാക്കാൻ വേണ്ടി ഒന്നുകൂടി പൊന്നാനി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പൊന്നാനി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ട് ഈ 2 സീറ്റിലും അവർ സ്വപ്നം കണ്ട താമസക്ക് കൊടുത്തോടി സഖാക്കന്മാർ തന്നെ ലീഗിന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് അവിടുന്ന് മലപ്പുറം പൊന്നാനി UDF-ന്റെ ഉറച്ച കോട്ടാണ്. അത് തകർക്കാൻ CPM-ന് കഴിയൂല. അങ്ങനെ ഉണ്ടെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരെന്തായി മലപ്പുറത്തെ MP അടക്കം നമ്മൾ നിൽക്കുന്ന പ്രദേശത്തടക്കം കാര്യമായ വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. അബ്ദുൾ സമദാനി കഴിഞ്ഞ 3 വർഷമായി 3 വർഷമല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 3 വർഷമായിട്ട് MP ആയിട്ട് ഇരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന ഒരു വികസന പദ്ധതി പറയൂ. എല്ലാ വികസനങ്ങളും കൊണ്ടുവന്നു. MP-മാർക്ക് വികസനം ഈ 3 വർഷത്തിൽ എന്ത് ഫണ്ടാ കിട്ടിയതും കൂടി അരുൺ സാർ 5 കോടി വീതം. 5 കോടി കൊറോണ സമയത്ത് ഫണ്ട് ഉണ്ടായിരുന്നില്ല. അതിന്റെ ശേഷം 5 കോടിക്ക് ഇത്രയും മണ്ഡലങ്ങൾക്കിടയിൽ കൃത്യമായി ഡിവൈഡ് ചെയ്ത് അതിന്റെ റോഡ് വികസനം പറയാനുണ്ടോ? ഒരു വലിയൊരു പാർലമെന്റ് മണ്ഡലത്തില് ഈ കിട്ടുന്ന പൈസ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടതായിട്ട് ഒരു വലിയ MP എന്നുള്ള നിലക്ക് അത് സ്പ്ലിറ്റ് ആക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാടും പ്രസംഗങ്ങളും വൈറലാണോ? തീർച്ചയായിട്ടും. എന്തായാലും സംശയം ഒരു മതേതര മോശമുള്ള ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഏക ഒരു വ്യക്തി നിലപാട് എന്താണ്? ഏതൊരു വിഷയത്തിലും മുത്തലാഖ് വിഷയം മാത്രം എടുത്തു പറയണ്ട, ഏത് വിഷയത്തിൽ എടുത്ത നിലപാട് ലീഗിന്റെ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന മുത്തലാഖ് പോലത്തെ ഏറ്റവും ഗുരുതരമായ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ മലപ്പുറത്തെ MP എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞാൻ 3 പ്രാവശ്യം ഈ സമദാനിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വാതിൽ തുറക്കൂല അയാള്. ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും അയാൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തുറക്കും, കയ്യിൽ പൊതി ഉണ്ടെങ്കിൽ തുറക്കും, അല്ലാതെ അയാൾ തുറക്കൂല. എന്റെ അനുഭവമാണ്. കയ്യിൽ പൊതി എന്തായിരിക്കും, ഇങ്ങനെ പിടിച്ചൊരു പൊതി ഉണ്ടെങ്കിൽ അയാൾ തുറക്കും, അല്ലാതെ അയാൾ തുറക്കൂല. ഇത് അദ്ദേഹം ഒരു മിനിറ്റ് ഇത് അദ്ദേഹം സമദാനി സാഹിബിന്റെ വീടിന്റെ വാതിൽക്കൽ വന്നിട്ടില്ല. പിണറായിന്റെ ഗേറ്റ് തുറക്കൂല, പിന്നെ വാതിൽ തുറക്കാത്ത പിണറായി അല്ല, ഞങ്ങൾ ഇവിടെ MP-ന്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് സാധാരണ ഈ MP അപ്രാപ്യനാണെന്നാണ്. അല്ല, എന്തുകൊണ്ടാണ് ഇയാൾ കോട്ടക്കലിന് ഒരു പ്രാവശ്യം മത്സരിച്ചു. ഇയാൾ കോട്ടക്കൽ MLA ആയിട്ട് മത്സരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളെ പറഞ്ഞത് ഇനി ഇവനെ നിർത്തണ്ടാന്ന്. അതേ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഭർത്താവ് UA ഷബീർ അടക്കമുള്ള ആൾക്കാർ ഇയാളായിട്ട് കച്ചറുണ്ടാക്കി. കാരണം എന്താ പറഞ്ഞാൽ ഇയാളെ കണ്ടു കിട്ടൂല, വേറെ പ്രയാസമൊന്നുമില്ല. ഇയാൾ കാറിൽ ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക്. ഇയാൾ കാറിൽ അയാൾ എന്നാ വരിക, ഇന്ന് പോലും അയാൾക്ക് മര്യാദക്ക് നടക്കാൻ വയ്യാത്ത സ്ഥിതിയാ. കാരണം മൂപ്പര് ആ പ്രസംഗം പറഞ്ഞിങ്ങനെ നടക്കും. മദീനയിലേക്ക് പാതയല്ല വേണ്ട, ഞങ്ങൾ വേങ്ങരയിലേക്ക് ഒരു പാത കെട്ടട്ടെ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. മദീനയിലേക്കുള്ള പാതയല്ല, വേങ്ങരയിലേക്കുള്ള പാത കിട്ടുമോ എന്നുള്ളതാണ്. വേങ്ങരയിലെ എല്ലാ പാതയും കൈവിട്ട് പോവോ? അല്ലല്ല, നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കി. വേങ്ങരയിൽ ഏറ്റവും സുന്ദരമായ പാതകളാണ് ഉള്ളത്. അത് PWD കേരളത്തിൽ വേങ്ങരയാണ്. സംസ്ഥാന സർക്കാരിന്റെ മണ്ഡലം പറയാ ഏറ്റവും നല്ല നിൽക്കുന്നത് വേങ്ങര പഞ്ചായത്തിക്കല്ല, കൈ പിടിച്ച് നടക്കാൻ. ഇന്ത്യൻ പാർലമെന്റിലാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാവുന്ന റോഡ് മറ്റുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരൊറ്റ വികസനവും പോലും 1,74,00,000 രൂപയാണ് ആകെ ഈ 3 കൊല്ലം കൊണ്ട് ഇവിടുത്തെ MP ചെലവാക്കി. കുറഞ്ഞ തുകയല്ലേ? അതായത് ഒരു MP ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ കഴിവ് കേടുകൊണ്ട് ഇല്ലാണ്ടായത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് ET മുഹമ്മദ് ബഷീർ വരുമ്പോൾ അതിനെ മറികടക്കും. ET മുഹമ്മദ് ബഷീറിന്റെ ഗ്രാഫും ലോക്സഭയിൽ നല്ല പ്രകടനമായിരുന്നല്ലോ. എന്ത് പ്രകടനമാണ് കാണിച്ചു വെച്ച് ആ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന MP അവിടുത്തെ സാധാരണക്കാരുടെ വികസനത്തിനോ അല്ലെങ്കിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടക്കെതിരെ എന്ത് ശബ്ദമാണ്? മലപ്പുറം പോലുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലത്തിൽ അവരുടെ വോട്ട് വാങ്ങിപ്പോയി പാർലമെന്റിനകത്ത് അവരുടെ വിഷയങ്ങൾക്കെതിരെ എന്ത് ശബ്ദിച്ചു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആ മുത്തലാഖ് വിഷയത്തിലും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലിലും ഈ
ഈ ഇടത് UDFന്റെ MP എന്ത് നിലപാട് സ്വീകരിച്ചു, അവരുടെ 18 MP എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും. അല്ല രാഹുൽ